ഏത് പ്രയാസത്തിന്റെ സമയത്തും ലക്ഷങ്ങളുടെ കടം വന്നാൽ, സമ്പത്ത് മുഴുവനും തകർന്നു പോയാൽ, കച്ചവടം മുഴുവനും തകർന്നു പോയാൽ, പടച്ചവനെ മാരകമായ രോഗങ്ങൾ പിടിപെട്ടാൽ, നിന്റെ ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധി കടന്നു വന്നാൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു ധൈര്യമുണ്ടല്ലോ, പിടിച്ചു നിൽക്കാനുള്ള ഒരു ഈമാനുണ്ടല്ലോ, അല്ലാഹു നിനക്ക് തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കില്ലാതെ പോയതും അത് തന്നെയാണ്. പ്രയാസങ്ങൾ കടന്നു വരുമ്പോ, അല്ലാഹുവേ ക്യാൻസർ എന്ന് പറയുന്ന രോഗം വരുമ്പോ ആത്മഹത്യ ചെയ്യുന്നവരുണ്ടല്ലോ. കച്ചവടം നടത്തിയിട്ട് ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടു പോയി കടക്കാരനാകിയപ്പോ കുടുംബസമേതം ആത്മഹത്യ ചെയ്യുന്ന കാലമാണല്ലോ. ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ കടന്നു വരുമ്പോ നമ്മൾക്ക് പലർക്കും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, പതറുകയാണ്, പേടിച്ചു പോവുകയാണ്. എന്തേ മനുഷ്യ നിനക്ക് ധൈര്യമില്ലാതെ പോയത്? എന്തേ നിനക്ക് ധൈര്യമില്ലാതെ പോയത്? അല്ലാഹുവിന്റെ തീരുമാനമാണല്ലോ. എന്തു വന്നാലും അത് റബ്ബിന്റെ തീരുമാനമാണെന്ന് നീ വിശ്വസിക്കേണ്ടവനല്ലേ. ഈമാൻ കാര്യത്തിൽ ആറാമത്തത്, എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നില്ല? നന്മയും തിന്മയും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് ഉണ്ടാകുന്നതെന്ന് വിശ്വസിക്കണമല്ലോ. അത് വിശ്വസിക്കാതെ നീ യഥാർത്ഥ മുസ്ലിമാകില്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എത്ര വലിയ പ്രയാസം വന്നാലും പറഞ്ഞോ തവക്കൽതു അലല്ലാഹ്. അല്ലാഹുവിന്റെ സഹായം കിട്ടും ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ജീവിതത്തിൽ നിന്റെ ഭർത്താവ് നിന്നെ ഒറ്റപ്പെടുത്തിയാലും, നിന്റെ ഭർത്താവിന്റെ കുടുംബക്കാര് നിന്നെ ഒറ്റപ്പെടുത്തിയാലും, നീ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ നിന്നെ എത്ര പരിഹസിച്ചാലും നാടൻ കെടുത്തിയാലും, നീ അല്ലാഹുവേ തവക്കൽതു അലല്ലാഹ് പറഞ്ഞോ. പടച്ച റബ്ബ് നിന്റെ മനസ്സിന് ധൈര്യം തരും പെങ്ങള്.